മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വെച്ച് നിരപ്പിൽ സ്വദേശി സിംന ഷക്കീർ എന്ന യുവതിയെ കുത്തിക്കൊന്നു. പുന്നമറ്റം സ്വദേശി ഷാഹുലാണ് സിംനയെ കൊന്നത്. മകളുടെ മുന്നിലിട്ട് അതിക്രൂരമായാണ് ഈ കൃത്യം ചെയ്തത്. കൊലപാതകത്തിന് ശേഷം ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ബൈക്ക് വെച്ച് ഇറങ്ങിയ ഉടൻ വസ്ത്രത്തിൽ രക്തം കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആശുപത്രി കെട്ടിടത്തിന് ഉള്ളിൽ വച്ചാണ് ഈ സംഭവം. സിംനയെ ആക്രമിക്കാനായി കത്തിയുമായാണ് ഇയാൾ ആശുപത്രിയിലെത്തിയത്. വളരെ ക്രൂരമായി കഴുത്തറുത്തു. കഴുത്തിലും ശരീരത്തിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഈ മുറിവുകളാണ് മരണകാരണമായത്. സിംനയുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ആ സമയത്ത് സഹായങ്ങൾ ചെയ്തിരുന്ന അയൽവാസിയായിരുന്നു ഷാഹുൽ. സിംനയുടെ ഭർത്താവ് ഇപ്പോൾ നാട്ടിലുണ്ട്. അയൽവാസിയായിരുന്ന ഷാഹുലുമായി സിംനയ്ക്ക് സൗഹൃദം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇടയ്ക്ക് ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായി. ഇതാണ് പ്രതികാരമായത്. സിംനയെ ഷാഹുൽ പലതവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല. കോൾ എടുക്കാതിരുന്നത് കാരണമാകാം പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമായത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സിംനയുടെ വീടിന് നേരെയും ഇയാൾ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് സിംനയുടെ സഹോദരൻ പറഞ്ഞു. പിതാവിനെ കാണാനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു യുവതി. പിതാവ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പിതാവിന് ആഹാരം കൊടുത്തതിന് ശേഷം മകളും സിംനയും വാർഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ ദാരുണ സംഭവം. സിംനയെ ആക്രമിച്ച സമയത്ത് ഷാഹുലിൻ്റെ 2 കൈയിലും പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന പ്രാഥമിക ചികിത്സ നൽകിയതിന് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിംനയും ഷാഹുലും അയൽവാസികളായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. കുറച്ചു നാളുകളായി സിംന മാറി താമസിക്കുകയായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഒരാഴ്ച മുമ്പ് സിംന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും പോയി ഷാഹുൽ ബഹളമുണ്ടാക്കിയതായി കടയുടമ പറഞ്ഞു. സിംനയുടെ വീട്ടിലും പോയി ശല്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് സിംന പരാതി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് സിംനയുടെ സഹോദരൻ പറഞ്ഞു. പ്രതി കടയിൽ നിന്ന് കത്തി വാങ്ങി കരുതി കൂട്ടിയാണ് ആശുപത്രിയിലെത്തിയതും കഴുത്തറുക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. സിംനയുടെ 16 വയസ്സായ മകൾ ഒപ്പമുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന മകൾക്കോ മറ്റുള്ളവർക്കോ ഈ ആക്രമണം തടയാൻ സാധിച്ചില്ല. ഷാഹുലിൻ്റെ കൈകളിലെ ഞരമ്പിനുൾപ്പെടെ പരിക്കേറ്റത് കാരണം ഇന്ന് പോലീസ് ഷാഹുലിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് പറയുന്നത്. ശസ്ത്രക്രിയ വേണ്ടിവന്നാൽ അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോവുകയുള്ളൂ. ഷാഹുലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കേസിൽ വ്യക്തത വരികയുള്ളൂ. കൊലപാതകത്തിൻ്റെ കാരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുകയാണെന്ന് DYSP AJ തോമസ് പറഞ്ഞു. സൗഹൃദങ്ങളിൽ വിള്ളലുണ്ടായാൽ ഉടനെ കൊലപാതകങ്ങളിലേക്ക് പോകുന്നതാണ് നമ്മൾ ഈയിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് സൗഹൃദത്തിൽ താല്പര്യമില്ല എങ്കിൽ മറ്റേയാൾ വിട്ടേക്കുക. കൊലപാതകങ്ങളിലേക്ക് പോയാൽ 2 കുടുംബങ്ങളാണ് ഇല്ലാണ്ടാകുന്നത്.